എന്ത് രസമാണ് കാണാൻ. ഏതാ ആംബിയൻസ് സ്ഥലം നോക്കറാ. ഹെവി റെയിനാ. നാട്ടിൽ ഒന്നും ജിയോ ഇല്ല. നമ്മുടെ പയ്യന്നൂർ ജിയോ അടിക്കണമെങ്കിൽ മംഗലാപുരം പോകണം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണം. ആ ഓ അതെയാ, അവിടം വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതാണ് സംഭലം പുറത്തേക്ക് എടുത്തിട്ടില്ല, ഫുള്ളുള്ളായിരുന്നു. ഈ ചർച്ച് കാണുന്നത് രസം അറിയാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയാണ്. പിന്നെ ഇവിടെ ആലക്കോട് നല്ല ബിരിയാണി ഇടുന്ന സ്പോട്ടുണ്ട് പറഞ്ഞേ, അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ആ വഴി തന്നെയാണ് നമ്മളെ ഒടുവള്ളിത്തട്ടും. ഗായ്സ്, അങ്ങനെ ഒടുവള്ളിത്തട്ടെത്തി. ഗായ്സ്, ഇതാണ് ഒടുവള്ളിത്തട്ട്. നല്ല വ്യൂ അല്ലേ? ഈ മഴയത്ത് എന്ത് രസമാണ് കാണാൻ. നല്ല മൂഡ്. നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ പോകുന്നതിലേക്ക് വേറൊരു അവിടെ മൊത്തം വെള്ളം കയറിയിട്ട് വേറെ വഴി വന്നത്. അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാച്ചു. ഏതാ ആംബിയൻസ് സ്ഥലം നോക്കറാ. നല്ല കാറ്റും. ഇതാണ് ചാണാക്കുണ്ട്. നല്ല തണുപ്പുണ്ട്. നമ്മളെ പയ്യന്നൂർ അങ്ങോട്ടെല്ലാം ചൂടാണ്, അങ്ങോട്ട് നല്ല തണുപ്പും. ഗൈസ്, അങ്ങനെ ബിരിയാണി കഴിക്കേണ്ട സ്ഥലം എത്തി. ഇതാണ് രാജധാനി. ഇത് നല്ല ബിരിയാണിയാണെന്നാ പറഞ്ഞത്. നോക്കാം, ഈ രണ്ടെണ്ണം പറഞ്ഞത് കഴിച്ചോക്കാം. അതെ, നല്ല ചൂടുണ്ട്. ഗൈസ്, അങ്ങനെ കഴിച്ചിട്ട് ഇറങ്ങി. നമ്മൾ ആലക്കോട് ഫിലിം സിറ്റീൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ബിരിയാണി കുഴപ്പമില്ല, ഈ സൈഡിലൊക്കെ വരുന്ന കഴിക്കാം. പിന്നെ മഴ ഭയങ്കര കൂടുതലാണല്ലോ. ഭയങ്കര കൂടുതൽ മഴ. നല്ല മഴയുണ്ടല്ലോ. ഗൈസ്, അപ്പോൾ പറഞ്ഞത് ബിരിയാണിയൊക്കെ കൊള്ളാം. അവിടുത്തെ പൈനാപ്പിൾ ജ്യൂസും അടിപൊളിയായിരുന്നു. ലോലിപ്പോപ്പ് വലിയ സുഖമൊന്നുമില്ല, കബാബ് പോലെയുണ്ട്.
അപ്പം ഈ വഴിയെല്ലാം വരുന്നുണ്ട്. പിന്നെയും ബെറ്റർ ആയിട്ടുള്ള ഫുഡ് അവിടെ ഉണ്ട്. ആലക്കോട് വഴിയെല്ലാം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആലക്കോട് ഫിലിം സിറ്റീൻ്റെ ഓപ്പോസിറ്റാണ്. പിന്നെ ബാക്കി ഇങ്ങോട്ടേക്കെല്ലാം ബിരിയാണി കണക്കാണ്. അതിന് മുന്നേ ഇപ്പുറത്തെ ഇവിടുത്തെ ലോക്കലിൽ കഴിച്ചിന് വലിയ സുഖമൊന്നുമില്ല. അതിനിടയ്ക്ക് മഴയും വെള്ളം കയറലും ഹെവി റെയിനാണ്. ഓൻ്റെ വണ്ടീൻ്റെ വെള്ളം ഇവിടെ എത്തുന്നുണ്ട്. ഞാനിപ്പോൾ ഇവൻ്റെ വീട്ടിലേക്ക് പോവാം. പിന്നെ അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് നൈസ് വൈബാണ് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം ഇരുന്ന് പിന്നെ നേരെ തിരിച്ച് നാട്ടിലേക്ക്. അപ്പം എങ്കിലും വീക്കെൻഡെല്ലാം ഇങ്ങനെ ഇറങ്ങുന്നേ ഇല്ലു. അല്ലെങ്കിൽ ബോറടിയാവും ഗൈസ്. ഒന്നും ചെയ്യാനില്ല വേറെ. നല്ല വൈബാണ്. ഞാൻ പിന്നെ ഷൂ പോയി റെയിൻ കോട്ട് എടുത്തിട്ട് കുറച്ചും കൂടെ നല്ല വൈബിൽ ഇങ്ങനെ പോകായിരുന്നു. ഈ ഉള്ളിലോട്ടുള്ള ഏരിയയിലാട്ടോ നയറ പിന്നെ ജിയോ ഒക്കെ പെട്രോൾ പമ്പ് കൂടുതൽ. ഇന്ത്യൻ ഓയിലും ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒന്നും ജിയോ ഇല്ല. നമ്മുടെ പയ്യന്നൂർ ജിയോ അടിക്കണമെങ്കിൽ മംഗലാപുരം പോകണം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും. അതൊക്കെ നമ്മുടെ നാട്ടിലങ്ങനെ കണ്ടിട്ടാണ് ജിയോൻ്റെ പെട്രോൾ പമ്പ്. മീൻപട്ടി എന്ന സ്ഥലമാണ്. ഏതാ റോഡ്? ഇങ്ങോട്ടേക്ക് നല്ല ഗവൺമെൻറ് നയറ. അവിടെ പെട്രോൾ പമ്പ്, ഇങ്ങനത്തെ പെട്രോൾ പമ്പ് ഇങ്ങോട്ടേക്കാണ് കൂടുതൽ. എന്ത് രസം കാറ്റും. അങ്ങനെ അവൻ്റെ വീടെത്തി. ഇന്നലൊക്കെ ഇവിടെ മൊത്തം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ വീഡിയോ കാണിച്ചു. ഇവിടെ മൊത്തം വെള്ളം കയറിയിട്ടേ ഇവിടം വരാല്ലേ? എന്താ മെഷീനോ? ആ ഓ അതെയാ. ആ ഒരു സിൽവർ കളർ സാധനം വരാം. അതന്നെ കിടന്നുറങ്ങിപ്പോയി. നല്ല മഴ, നല്ല കാലാവസ്ഥ ഉണ്ടാവും. അവൻ്റെ വീട്ടിൽ കിടന്നുറങ്ങിപ്പോയി. ഇപ്പോൾ ചായ എല്ലാം കുടിച്ച് ആദ്യം റൈഡ് കണ്ടിന്യൂ ചെയ്യും.
വഴി കണ്ടിന് മീൻസ് വീട്ടിലേക്ക് തന്നെ. ഈ മഴക്കാലത്ത് റൈഡ് ചെയ്യുന്ന ഒരു പ്രത്യേക സുഖമാണ്. പക്ഷെ കുറച്ച് ശ്രദ്ധിക്കണം, റോഡ് സ്ലിപ്പറി ആയിരിക്കും. നമ്മൾ കറക്റ്റായിട്ട് പോയാലും ഓപ്പോസിറ്റുള്ളവർ കറക്റ്റായിട്ട് വരണമെന്നില്ല. ഇപ്പം തന്നെ കുറേ ഇൻസിഡൻ്റെല്ലാം ഉണ്ടായിട്ടേ ഒരു ബസ്സിൻ്റെ കൺട്രോൾ പോയാൽ പോയതാ. വെള്ളമായതുകൊണ്ട് കിട്ടൂല ഗ്രിപ്പില്ലെങ്കിൽ. മറ്റേ ചാണകൊണ്ടെന്ന് റൈറ്റ് എടുത്തിരുന്ന റോഡ് അവിടെ താഴെ ഫുള്ള് വെള്ളം കയറിയോണ്ട് പോകാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഈ ഷോർട്ട് കട്ട്, അതായത് നമ്മളെ ഒടുവിൽ തട്ടുന്ന മേലോട്ടേക്ക് കയറിയിട്ട് കുറച്ച് മേലോട്ട് റൈറ്റിലേക്ക് ഒരു റോഡുണ്ട്, ഇങ്ങനെ അവിടെ വഴി വഴിയെ പോകാൻ പറ്റും. അത് പിന്നെ ചുറ്റിയിട്ട് പോകാൻ പറ്റും, ഇതിലെ കൂടെ തന്നെ പോകാൻ വെച്ചു. എത്തി എത്തി മെയിൻ റോഡ് എത്തി. ഈ വഴി കണ്ടോ, ഈ വഴീൻ്റെ ആടം വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതാണ് സംഭലം പുറത്തേക്ക് എടുത്തിട്ടില്ല, ഫുള്ള് വെള്ളമായിരുന്നു. പുഴയിൽ ഇതാ വെള്ളം കയറിയിട്ട് ഫുൾ ബിൽഡിംഗ് എല്ലാം മുങ്ങി. 2 ദിവസമായിട്ട് ഫുള്ള് മുങ്ങിയിട്ടാണ്. നല്ലോണം വെള്ളമുണ്ട്. അവിടെ മറ്റേ വഴി പിടിച്ച ഏതാ വ്യൂ, കേട്ടില്ലാം വ്യൂ. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ മറ്റേ ചർച്ച് കാണുന്നുണ്ട്, രസം അറിയാം. നല്ല രസമില്ലേ, ഭയങ്കര അട്രാക്റ്റീവാണ്. ഞാൻ നോക്കി നോക്കും. ഇങ്ങോട്ടൊക്കെ നല്ല റോഡാണ്, അതുകൊണ്ട് തന്നെ ഒന്നാമത് ഇങ്ങോട്ട് തന്നെ ചൂസ് ചെയ്യുന്ന റൈഡ്. ക്ലൈമറ്റെല്ലാം പെട്ടെന്ന് മാറുന്നു. നല്ല രസമുണ്ട് അവിടെ കാണാൻ, നല്ല സൺസെറ്റ് പോലെ. ടൈഗർ ഒരു ഹെഡ് ടേണറാണോ വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ് ടേണറാണ്. ഇപ്പം തന്നെ നമ്മൾ വരുമ്പോൾ കുറേ ആൾക്കാർ നോക്കുന്നുണ്ട്. ഈ സൂപ്പർ ബൈക്സ് അതിൻ്റെ പറ്റുന്ന പോകുമ്പോൾ അങ്ങനെ നോട്ടീസ് ചെയ്യണമെന്നില്ല, കാരണം സൗണ്ട്. പക്ഷെ ഇത് ഒറ്റക്കൊറ്റക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ വേറെ ലീഗ. എല്ലാവരും നോക്കും. എന്നാൽ നമുക്ക് നല്ലൊരു ഫ്ലോയിൽ ഇങ്ങനെ പോവാം. അത് അഡ്വഞ്ചർ വണ്ടിയാണ്. നല്ല ഈവനിങ് ഒരു നല്ല റോഡ്, ഇങ്ങനത്തെ നല്ല റോഡും നല്ലൊരു ഡ്രൈവ് ഉണ്ടാകുന്ന തന്നെ മനസ്സെന്ന് അറിയാം. ഫുൾ ലോട്ട് ഓഫ് ഹാപ്പിനെസ്സാണ്.
റോഡ് സ്ട്രേറ്റ് റോഡാകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു കേവലുണ്ടെങ്കിൽ അതിങ്ങനെ എടുത്ത് പോകുമ്പോൾ ഒരു രസം തന്നെയാണ്. സെറ്റ് ഇങ്ങോട്ട് ഈ ആലക്കോടേക്ക് പയ്യന്നൂരിൽ നിന്ന് ആലക്കോടേക്ക് വരുന്ന റോഡാണല്ലോ, അടിപൊളി റോഡാണ്. മാധവനത്ത് നിന്ന് കട്ട് ചെയ്ത് റൈറ്റ് വഴി വരുന്ന ഏതാ മൂട്. കുറച്ചങ്ങോട്ടത്തിൽ ഒരു മെയിൻ സ്പോട്ടുണ്ട്, കുറേ ആൾക്കാർ വരുന്നത്. ആ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നു, ഞാൻ കാണിച്ചു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഗൈസ്. എന്താ മോൻ എന്ത് തിരക്കടാ? ഭയങ്കര തിരക്കാണല്ലോ. എന്താ നല്ല പ്ലേസ് അല്ലേ? നല്ല നല്ല ആംബിയൻസ് ആണ്. ഇപ്പം ഭയങ്കര ആൾക്കാരായിട്ട് ഒരു സുഖമില്ല അവിടെ. പണ്ട് വയലൊക്കെ നമ്മുടെ നാട്ടിൽ ഒത്തുണ്ടായിരുന്നു. ഇപ്പം റോഡിൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഫുള്ള് വയലൊക്കെ കാണാൻ ഇപ്പോൾ ആൾക്കാർ വരാൻ തുടങ്ങി. ഇനി ഫ്യൂച്ചറിലൊന്നും കണ്ടിട്ടില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. എനിവേ നൈസ്. അവരുടേതായ ഒരു പീസ് ഓഫ് മൈൻഡിന് വേണ്ടി വരുന്നതായിരിക്കും നല്ലൊരു സ്ഥലത്ത്. ലെറ്റ് ദം എൻജോയ്. ഗായ്സ് ഇവിടെ ഇത്രയൊക്കെ തന്നെയല്ലോ. എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നമ്മളൊന്ന് ഇറങ്ങിയതാണ്, നല്ല റോഡ് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ പൊളിച്ച് എക്സ്പ്ലോർ ചെയ്തു. ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ശരി ഗൈസ്, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പം until next video, bye bye, see you.